ഇതൊരു സാധാരണ പുസ്തകമല്ല. ഈ പുസ്തകം തുറന്നാൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് കാണാൻ കഴിയും. കഥയിൽ പടർത്തിയ വൈക്കം ബഷീറിന്റെ ദേശത്തിനുള്ളിലായി വന്നു വൈക്കം ബഷീറിന് മാലവണിയുന്നു ശ്രുതി പരിമളം കഥയിൽ പടർത്തിയ പാടുന്നു പാവമുരുന്നു എന്നു നേരുള്ളോ അതിനായി ഭാരതനാടിന്റെ ഓരോ ഒരുപാട് കൊല്ലങ്ങൾ ചുറ്റി നടന്നു. നല്ല മനുഷ്യരെ കണ്ടാൽ നമുക്കും നല്ല മനുഷ്യരാകാൻ തോന്നും. അതെ, നമുക്കും നല്ല മനുഷ്യരാകാൻ തോന്നും. മഞ്ഞിമലകളിൽ മമ്മിയായി കാണോ കുളിർനദികളിൽ ഭൂമിയായി കാണോ ജീവിതം തന്നെ അറ്റമില്ലാതുള്ള കഥകയാണെന്ന് ഒരു തിരിച്ചോ സാറമ്മേ സ്നേഹിച്ച നായർ യുവാവിന്റെ ചോദ്യം വിട്ടോ ഉമ്മിനി വല്ലോ എന്നും ജവാബായി അജവായി പോകുന്ന തീരം ചെന്നോളം ആനയെ വാരിയ നായരാം രാമന്റെ ആരംഭക്കിസതൻ ഭാവിയും ആണോ പള്ളിന്റെ അകത്തീന്ന് കുരിശേകരവന്നോ കള്ളനാം തുമ്മാടെ മതക് പറഞ്ഞോ കള്ളകൾ വീട്ടുമ്പോൾ അടിയന്മാരാണെന്ന് കല്ല് പറയുന്ന ഭൂമിയാണോ ഈ ചുമരുകൾ എന്നെ പൂട്ടി. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ പൂട്ടാൻ
പാമ്പും കൂറ്റലും അവരെ ഹബീബാണ് ഉച്ചയും നിശ്ചയും അവരെ ഓരോ മനുഷ്യന്റെ ജീവിതവും ഓരോ മനോഹരമായ കഥയാണ്. അതെ, ഓരോ മനുഷ്യന്റെ ജീവിതവും ഓരോ മനോഹരമായ കഥയാണ്. മലയാളവാണി കൽപ്പകത്തുള്ളോര് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, പ്രേമലേഖനം തുടങ്ങിയവ. 1994 ജൂലൈ 5 അദ്ദേഹം നമ്മളെ എന്താ വീട് കഥാപാത്രങ്ങളെ തന്നിട്ടല്ലേ അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞത്. മാപ്പിളപ്പെണ്ണിന്റെ നാളേറും ഹാലുകൾ മലയാളവാണി തിരിയായി മാറിഞ്ഞ തന്നിൽ ഞാനെന്നോ അവനെല്ലാം ചെടിയെന്നും ഞാനേ മരമെന്നും ഏവന്റെ മുമ്പീരെന്നും വമ്പു നടിച്ചോവർ പൂങ്കാവനങ്ങൾ ചെടിയായി നിന്നോവർ ചെടി മുകളിയിട്ടില്ല. ഓരോ മനുഷ്യന്റെ ജീവിതവും ഓരോ മനോഹരമായ കഥയാണ്. ോ